മരണസമയത്ത് അന്ന് എന്നോടല്ല ചോദിച്ചത്. മൂത്ത മോൻ കിച്ചു 18 വയസ്സുണ്ട്. അവനോട് ചോദിച്ചു അച്ഛനെ എന്താ എവിടെ അടക്കുന്നത്. അവനാണ് പറഞ്ഞത് നമുക്ക് അച്ഛൻ എല്ലാ ഞായറാഴ്ച അമ്മയോട് പള്ളിയിൽ പോകുന്നതാണ് മനസ്സിലായത്. അച്ഛനെ അവിടെ അടങ്ങാം. അപ്പൊ ആ ബിഷപ്പും കുറ്റവും നല്ല സൗഹൃദത്തിലായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെയാണ് സൂചേട്ടനെ അവിടെ. സത്യം പറഞ്ഞ ഈ രേണു സുധി എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തോ ഈ പറയുന്ന ഓരോ ചാനലുകളിലും ഓരോ സോഷ്യൽ മീഡിയയിലും വന്ന് നിന്ന് ഇവരെന്തോ പറഞ്ഞു, ഒരു സുധിച്ചേട്ടൻ കണ്ടും കേട്ടും മടുത്തു. ഇപ്പൊ എല്ലാ കുറ്റവും ആ മൂത്ത മോന്റെ തലയിലേക്ക് കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പൊ രേണു സുധി ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം സുധി ഒരു ഹിന്ദു ആയിരുന്നു. മരണസമയത്ത് അടക്കവും കാര്യങ്ങളെല്ലാം ഒരു പള്ളിയിൽ, അതായത് ഒരു സിമിത്തേരിയിലാണ് അടക്കവും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോ രേണുസുധി പറഞ്ഞു വെക്കുന്നത് മോനോട് ചോദിച്ചിട്ടാണ് അങ്ങനെ ഒരു അടക്കം അത് ചെയ്തതെന്ന്. സത്യം പറഞ്ഞാൽ മോനോട് ചോദിച്ചത് എവിടുത്തെ ന്യായമാണ്? മോന് 18 വയസ്സേ ഉള്ളൂ. പക്ഷെ കൊല്ലം സുധിക്ക് അമ്മയുണ്ടായിരുന്നു, സഹോദരനുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരോടത്ത് ആലോചിക്കാതെ മോന്റെ അടുത്ത്, 18 വയസ്സുള്ള മോൻ എന്ന് പറയുമ്പോൾ വലിയ പ്രായം പക്വത ഉള്ള ഒരു പയ്യനാണോ? ഒരിക്കലുമല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അന്ന് ചടങ്ങുകളെല്ലാം നടത്തിയപ്പോൾ മോന്റെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ടാണ് ചെയ്തതെന്ന്. ഇവരുടെ മനസ്സിലെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധിയെ ഇവരുടെ ഒരു രീതിയിൽ ചടങ്ങ് പ്രകാരം അടക്കം ചെയ്യണമെന്നായിരുന്നു. അതിനുവേണ്ടി മോനെ കരുവാക്കിയെന്നാണ് ഇവരിപ്പോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കേണ്ടത് കൊല്ലം സുധിയുടെ അമ്മയുണ്ടായിരുന്നു, സഹോദരനുണ്ടായിരുന്നു. അവരോടും കൂടെ ആലോചിക്കാമായിരുന്നു. കാരണം നമുക്കറിയാവുന്നതാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ്. ഈ രേണു സുധി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ്. അതും ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ എന്തോ ഒരു വിഭാഗക്കാരാണ്, അതായത് ഈ ബന്ധക്കോസ് അതുപോലത്തെ ഒരു വിഭാഗക്കാരാണ് ഇവര്. അപ്പൊ അങ്ങനെ ഈ രേണു സുധിയെ കല്യാണം കഴിച്ചതിന് ശേഷം കൊല്ലം സുധി അവിടെ ഏതോ പള്ളിയിൽ പോകുമായിരുന്നു, രേണുവിന്റെ കൂടെ പോകുമായിരുന്നു, അവിടെയുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ രേണു പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അയാൾ ഒരു ഹിന്ദു ആയിരുന്നു. പക്ഷെ അയാൾ മരിച്ചതിന് ശേഷം അടക്കം ചെയ്തത് രേണു സുധിയുടെ ആ ഒരു ജാതിയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ഓരോ ചാനലുകാരും ചോദിക്കുമ്പോൾ പറയുന്നത് അന്ന് മോനോട് ചോദിച്ചിട്ടാണ് ചെയ്തത്, മോനാണ് പറഞ്ഞത് അച്ഛൻ ഇവിടെ അടക്കം ചെയ്താൽ മതി എന്ന് മോനാണ് പറഞ്ഞതെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. 18 വയസ്സുള്ള കുഞ്ഞിനോട് ചോദിച്ചിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? അവനോടും ചോദിക്കണം. അതുപോലെ തന്നെ സുധിയുടെ അമ്മയുടെ അടുത്തും ജ്യേഷ്ഠന്റെ അടുത്തും ചോദിക്കേണ്ടതായിരുന്നു. അന്ന് അതൊന്നും ചെയ്യാതെ ഇവര് കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ചു എന്നുള്ള ഒരു വരുത്തി, അതായത് കുഞ്ഞിന്റെ അടുത്ത് ചോദിച്ച അനുവാദം മേടിച്ചു എന്ന് വരുത്തി വെച്ചിട്ട് ഇവരുടെ ഇഷ്ടം പോലെ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ സുധിയുടെ അമ്മയ്ക്ക് ഒന്ന് അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് വരെ കൊല്ലത്ത് അവിടെ കൊണ്ടുവന്നാണ് ആ അമ്മയെ കാണിച്ചത്. ആ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് മൃതദേഹം അവിടെ കൊണ്ടാണ് കാണിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ രേണു സുധിയും അവരുടെ വീട്ടുകാരും ചെയ്തിരിക്കുന്ന ഓരോരോ പ്രവൃത്തികൾ. എന്നിട്ട് ഇപ്പോ പറയുന്നു എല്ലാം മോന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്തതെന്ന്. ഈ വീട് വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെ, അതായത് രേണുവിനും മക്കൾക്കും വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെ, എവിടെ വേണമെങ്കിലും സ്ഥലം, ഇപ്പൊ കൊല്ലത്ത് വേണമെങ്കിൽ അവിടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതും മോന്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്നാ പറയുന്നത്. ഒരു പക്ഷെ കൊല്ലത്താണ് ആ വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ കൊല്ലം സുധിയുടെ അമ്മയും ആ ഒരു വീട്ടിലുണ്ടായേനെ. ഇതിപ്പോ ഇവർക്ക് താമസിക്കാനുള്ള എളുപ്പത്തിന്, ഇവർക്ക് അറിയാവുന്ന സ്ഥലം കോട്ടയാണല്ലോ, അങ്ങനെ കോട്ടയത്ത് അതും കിച്ചു പറഞ്ഞു എന്നാ പറയണേ, കോട്ടയത്ത് വെച്ചാൽ മതി, അങ്ങനെ അവിടെ വീട് വെച്ചു കൊടുത്തു. എന്നിട്ടിപ്പോ അവിടെ താമസിക്കുന്ന ആരാണ്? രേണു സുധിയും അവരുടെ വീട്ടുകാരും ചേച്ചിയും ഒക്കെയാണ് താമസിക്കുന്നത്. അവിടെ അർഹതപ്പെട്ടവരാണോ താമസിക്കുന്നത്? രേണുവിന് താമസിക്കാം, കുഞ്ഞുങ്ങൾക്കും താമസിക്കാം. പക്ഷെ രേണുവിന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ സഹോദരിക്കോ അവിടെ വന്ന് താമസിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നിട്ട് ഇപ്പൊ കിച്ചു ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരു അതിഥിയെ പോലെയാണ് അങ്ങോട്ട് കടന്ന് ചെല്ലുന്നത്. അവൻ അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, ബെഡ്റൂം, അതുപോലും ഇപ്പൊ അവിടെ ഇല്ല. അവിടെയൊക്കെ ഈ രേണുസുധിയുടെ വീട്ടുകാരാണ് താമസിക്കുന്നതും കിടക്കുന്നതും എല്ലാം. അവൻ എന്നിട്ട് അവിടെ ഇപ്പൊ ഒരു വിരുന്നുകാരനെ പോലെ ചെല്ലുന്നു. എന്നിട്ട് അവരവിടെ വലിയ ആൾക്കാരെ പോലെ അങ്ങ് കയറി താമസിക്കുന്നു. എന്നിട്ട് ആ വീടിനില്ലാത്ത കുറ്റങ്ങളില്ല, കുറ്റം മാത്രമേ ആ ഒരു വീടിനെ കുറിച്ച് ഈ രേണു ആയിക്കോട്ടെ, രേണുവിന്റെ വീട്ടുകാരായിക്കോട്ടെ പറയുന്നത്. എന്നിട്ട് ഈ സ്ത്രീ പോയി ഓരോ ചാനലുകാരും ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ വീട് ചോരുന്നുണ്ട്, മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നാണമുണ്ടോ, ഉടുപ്പുണ്ടോ? ഇത്രയും ഷോർട്ട് ഫിലിമുകളിലും ഇത്രയും ആൽബത്തിലും ഒക്കെ അഭിനയിച്ചിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. 10 രൂപ കാശ് കയ്യിലില്ല, വീട്ടിലേക്ക് ഒരു അലമാരി മേടിക്കാൻ അല്ലെ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ പൈസ ഇല്ല. അതൊക്കെ പോട്ടെ, കുഞ്ഞിന് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു ബാഗ് വാങ്ങാനോ ബുക്ക് വാങ്ങാനോ ഒന്നിനും പൈസ ഇല്ലായിരുന്നു. അതും ദാനമാണ് കിട്ടിയത്. എല്ലാവരും ദാനം കൊടുക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇവർക്ക് വേലയെടുത്തൊന്നും ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ അഭിനയ രംഗത്തേക്ക് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അയ്യോ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അയ്യോ കുഞ്ഞുങ്ങളെ നോക്കാൻ. എവിടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്? കിച്ചുവിന്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഫ്ലവേഴ്സ് ആണ്. ഇപ്പൊ അവൻ അവിടെ കൊല്ലത്ത് സുധിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവന്റെ കാര്യങ്ങളൊക്കെ
അവിടെ ഉള്ളവരാണ് നോക്കുന്നത്. പിന്നെ രേണു പറയുന്നുണ്ട് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, മറ്റേത് കൊടുക്കാറുണ്ട്, മറിച്ചത് കൊടുക്കാറുണ്ടെന്ന്. എന്നിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം കിച്ചു ഋതപ്പനെ കാണാനായിട്ട് സുധീലയത്തിൽ വന്നിട്ട് ആ കുഞ്ഞിനെ കൂട്ടി പുറത്ത് കൊണ്ടുപോയിട്ട് അതിന് ചെരുപ്പ് വാങ്ങിക്കൊടുത്തു, അതിന് കഴിക്കാൻ വാങ്ങിക്കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു. ഈ പറയുന്ന രേണു ഇതുവരെ ആ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകുക അല്ലെ ആ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലില്ല. രേണുവിന് അതിനൊന്നും പറ്റത്തില്ല. ഏതെങ്കിലും കണ്ട ആണുങ്ങളുടെ ഒക്കെ കൂടെ പോയി ഒന്ന് റീൽ എടുക്കാനും തുള്ളാനും ചാടാനും കുറെ കോപ്രായം കാണിക്കാനും മാത്രമേ ആ ഒരു സ്ത്രീക്ക് അറിയാവുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊള്ളാത്തവര് ഒയ്യോ ആ സ്ത്രീയെ ജീവിക്കാൻ വിട്ടുകൂടെ, അവർക്ക് ചെലവിന് കൊടുക്കുവോ, നിങ്ങൾ കൊടുക്കുവോ, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ കുറേ അന്തങ്ങൾ, കുറെ ഫാൻസുകാർ ഇറങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ, ആ ഒരു കലാകാരന്റെ പേരിലാണ് ഈ സ്ത്രീക്ക് ഇത്രത്തോളം അവസരങ്ങളും ഇവർക്ക് ഇതുപോലുള്ള ഓരോരോ എന്താ പറയാ ഓരോ ഇപ്പൊ ഈ അഭിനയ രംഗത്താണെങ്കിൽ അവസരങ്ങൾ കിട്ടുന്നത്. എന്നിട്ട് ആ ഒരു കലാകാരന് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം ഒരു ചാക്കിനകത്താക്കി കട്ടിലിനടിയിൽ ഇട്ടിരുന്നു. ആ കുഞ്ഞ് കിച്ചു ഒരു വ്ലോഗ് എടുക്കാൻ അവിടെ ചെന്നപ്പോഴാണ് അത് കണ്ടത്, ജനങ്ങൾ അത് കണ്ടത്. അപ്പം മനസ്സിലാക്കാം ഈ സ്ത്രീ എത്രത്തോളം ഒരു മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയാണെന്ന്. കാരണം അങ്ങനെ മനസാക്ഷിയും ഒരു നല്ല മനസ്സുമുള്ള സ്ത്രീയാണെങ്കിൽ ദാനം കിട്ടിയ വീടിനെ കുറിച്ച് ഒരിക്കലും കുറ്റം പറയില്ല അവര്. എന്നിട്ടും ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രം, പുച്ഛം.